14,400-ന്റെ 8/1/3 എത്ര? 8/1/3 മിശ്രഭിന്നാണ്. മിശ്രഭിന്നം മാറ്റുക. 8 3 24 ഒന്നും 25/3 ശതമാനം മാറ്റാൻ 1/100 കൊണ്ട് ഗുണിക്കുക. 25/3 ഇൻറ്റു 1/100. 25ഉം 100ഉം പിടിച്ചെടുക്കുമ്പോൾ 4 എന്ന് വരും. അപ്പോൾ 1/3 12. അപ്പോൾ 14,400-ന്റെ 8/1/3 14,400 ഇൻറ്റു 8/1/3 എന്ന് പറയുന്നത് 1/12 എന്ന് എഴുതി. 12ന്റെ പട്ടിക എഴുതുമ്പോൾ 12 12 144 വെട്ടിച്ചെടുക്കുമ്പോൾ 12 പ്രാവശ്യം വെട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ 2 0 ഉണ്ട്. അപ്പോൾ 1200 ഇൻറ്റു 1 1200. 8000-ന്റെ 12.5%. ഇപ്പോൾ 8000-ന്റെ 12.5%. ഇത് 12% മിശ്രഭിന്നം മാറ്റണം. 12% മിശ്രഭിന്നാണ്. മാറ്റുമ്പോൾ 12 2 24 ഒന്നും 25/2 ശതമാനം മാറ്റാൻ 1/100 കൊണ്ട് ഗുണിക്കുക. 25/2 ഇൻറ്റു 1/100. 25ഉം 100ഉം വെട്ടിച്ചെടുക്കുമ്പോൾ 4 25 100 എന്ന് വരും. അപ്പോൾ അംശം 1/24 8. അപ്പോൾ 12% എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ 8000 ഇൻറ്റു 12% എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് 1/8 ആണ്. വെട്ടിച്ചെടുക്കുമ്പോൾ ഇവിടെ 1 8 പിന്നെ 3 0, അതായത് 1000 ഇൻറ്റു 1 1000. 7/10 ശതമാനമാക്കുക. ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക വേണ്ടത്. അപ്പോൾ 7/10 ശതമാനമാക്കാൻ 7/10 ഇൻറ്റു 100. നമുക്ക് ഈ 10ഉം 100ഉം പഠിച്ചെടുക്കുമ്പോൾ 10 10 100 എന്ന് വരും. അപ്പോൾ 7 ഇൻറ്റു 10 ഉത്തരം 70. ഇപ്പോൾ ശതമാനമായി 70%. 4 1/5 ശതമാനമാക്കുക. ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 1/5 ഇൻറ്റു 100. നമുക്ക് മിശ്രഭിന്നം മാറ്റുക. 4 5 20ഉം 1ഉം 21/5 ഇൻറ്റു 100. നമുക്ക് ഈ 5ഉം 100ഉം പഠിച്ചെടുക്കുമ്പോൾ 25 100 എന്ന് വരും. ഈ 21 ഇൻറ്റു 20 ഗുണിക്കുമ്പോൾ 420 എന്ന് വരും. 2.5 ശതമാനമാക്കുക. ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2.5 ശതമാനമാക്കാൻ 2.5 ഇൻറ്റു 100. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100ൽ 2 0 ഉള്ളത്. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം. ഇപ്പോൾ ഇവിടെ ദശാംശം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 സ്ഥാനം വലത്തോട്ട് നീക്കണം. ഇവിടെ ഇങ്ങോട്ട് നീക്കിയ 1 സ്ഥാനമായി. 2 സ്ഥാനം നീക്കണം. അതുകൊണ്ട് ഇവിടേക്ക് നീക്കിയ 1 സ്ഥാനമേ ആയുള്ളൂ. അപ്പോൾ 1 0 കൂടി ചേർക്കുക. അപ്പോൾ ഉത്തരം 250. 3.25 ശതമാനമാക്കുക. ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. 3.25 ഇൻറ്റു 100. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100ൽ 2 0 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? 2 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം. അപ്പോൾ ഈ ദശാംശം 1 2 2 സ്ഥാനങ്ങൾ നീക്കിയ ദശാംശം ഈ അറ്റത്തേക്കാവും. പിന്നെ ദശാംശത്തിന് വിലയില്ല. അപ്പോൾ ഉത്തരം 325. 0.157 ശതമാനമാക്കുക. ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. 0.157 ഇൻറ്റു 100. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100ൽ 2 0 ഉള്ളത് 2 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം. അപ്പോൾ 0.157 ദശാംശം ഇവിടെ കിടക്കണം. 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം വലത്തോട്ട് നീക്കണം. 1 2. അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് വരും. അതായത് ഉത്തരം 15.7 എന്ന് വരും. ഒരു സംഖ്യയുടെ 30% എന്നത് 120 ആയാൽ സംഖ്യ ഏത്? നമുക്ക് സംഖ്യയുടെ 30% 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഖ്യയുടെ 30% എങ്ങനെ കാണുക? സംഖ്യയെ 30% എന്ന സംഖ്യയെ 30/100 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ സംഖ്യ ഇൻറ്റു 30/100 ഇതാണ് സംഖ്യയുടെ 30%. അത് നമുക്ക് തന്നിട്ടുണ്ട്. സംഖ്യയുടെ 30% എന്നത് 120 ആണ്. അപ്പോൾ സംഖ്യ ഇൻറ്റു 30/100 സമം 120 എന്ന് എഴുതുക. ഇത് നമുക്ക് സംഖ്യയാണ് കാണേണ്ടത്. സംഖ്യ കാണുമ്പോൾ ഈ സംഖ്യയുടെ കൂടെ ഇപ്പോൾ ഇൻറ്റു 30/100 എന്നുണ്ട്. ഈ ഇൻറ്റു 30/100 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുക. അപ്പോൾ ഇൻറ്റു 30/100 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു എന്നുള്ളത് ഹരിക്കണം എന്നായി മാറും. അപ്പോൾ ഇവിടെ സംഖ്യാ സമം എന്നെഴുതി. ഇവിടെ 120 ഉണ്ട്. ഈ ഇൻറ്റു 30/100 അങ്ങോട്ട് എടുക്കുമ്പോൾ ഹരിക്കണം 30/100 സമം 120. ഹരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഹരണ ചിഹ്നത്തിന് ശേഷമുള്ള ഭിന്നസംഖ്യ ഉണ്ടല്ലോ, അതിൻ്റെ വിക്രമം എഴുതുക. അപ്പോൾ 120 എന്ന് എഴുതിയിട്ട് ഹരണം എന്നുള്ളതിന് പകരം ഗുണനചിഹ്നം ഇടുക. എന്നിട്ട് ഇതിനെ തിരിച്ചിടുക. റെസിപ്രോക്കൽ എഴുതുക. അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. അപ്പോൾ 30/100 എന്നുള്ളതിന് പകരം 100/30. അപ്പോൾ ഹരിക്കണം എന്നുള്ളതിന് പകരം ഗുണിക്കണം എന്നിട്ടു ഇതിനെ തിരിച്ചിട്ടു 100/30. നമുക്കിതിൽ ഒരു 0 ഇട്ടിക്കളഞ്ഞാൽ പിന്നെ 3ഉം 12 കൂടി പഠിച്ചെടുക്കുമ്പോൾ 4 3 12 വരും. 4 ഇൻറ്റു 100 ഉത്തരം 400. സംഖ്യ 400.